मधुबन के इस चमन की तुम बहार हो, मधुबन के इस चमन की तुम बहार हो। परम पिता शिव की गली का हार हो, परम पिता शिव की गली का हार हो। मधुबन के इस चमन की तुम बहार हो, मधुबन के इस चमन की तुम बहार हो। महकोगे फूल बन के इस जहान में, महकोगे फूल बन के इस जहान में। चमकोगे चांद से अंधकार में, चमकोगे चांद से अंधकार में। तुम सृष्टि के श्रृंगार हो, तुम बहार। ഓം ശാന്തി. പിതാശ്രീയുടെ ലൗകികവും അലൗകികവുമായ സർവശ്രേഷ്ഠ വ്യക്തിത്വത്തെ ദർശിക്കുകയാണല്ലോ നമ്മൾ. ഇന്നലെ നമ്മൾ കേട്ടത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ലാസ്റ്റ് പോയിൻ്റ് ഏതായിരുന്നു? ബാബ എത്ര അളവറ്റ സമ്പത്ത് ഭഗവാന്റെ ഈ മഹായജ്ഞത്തിൽ സമർപ്പിച്ചുവെന്ന് ഒരിക്കൽ പോലും ബ്രഹ്മബാബ ആരോടും പറഞ്ഞിട്ടില്ല. ആർക്കും അറിയില്ല കണക്ക്. അത്ര അളവറ്റ സമ്പത്ത് സമർപ്പിച്ചു. അതിനെക്കുറിച്ച് മക്കൾ ചോദിക്കുമ്പോഴൊക്കെ ബാബ എന്താ പറഞ്ഞിരുന്നത്? ശിവബാബ നൽകുന്ന അളവറ്റ സമ്പത്തിന്, ജ്ഞാനരത്നങ്ങൾക്ക് മുന്നിൽ, സത്യുഗം മുതൽ നമുക്ക് ലഭിക്കുന്ന സ്ഥൂല സമ്പത്തിന് മുന്നിൽ ഈ ബാബ യജ്ഞത്തിൽ സമർപ്പിച്ചതൊന്നും തന്നെയില്ല എന്നേ ബാബ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴും ബാബ എത്ര ചെയ്തുവെന്നോ തൻ്റെ പക്കൽ എന്തെല്ലാം ഉണ്ടായിരുന്നുവെന്നോ ഒരിക്കൽ പോലും മക്കൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടില്ല. അത്ര മഹാനതയുള്ള വ്യക്തിത്വമായിരുന്നു ബാബയുടേത്. ഇന്ന് നമുക്ക് വീണ്ടും കേൾക്കാം. ജഗദീഷ് ഭായ് പറയണേ, ഈ ലോകത്തിൽ ധനവാന്മാരായ ആൾക്കാർ ധാരാളം പേരുണ്ടാവും. പക്ഷേ ചിലർക്ക് പല മാനസിക ബുദ്ധിമുട്ടുകളുള്ളവരുണ്ടാവും. സമ്പത്തുണ്ടാവും, പല ബുദ്ധിമുട്ടുകളും മനസ്സിനുണ്ടാവും. ഇനി ചില ആൾക്കാരുണ്ട്, സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷേ സമ്പത്തിനെ എല്ലാം ലോക്ക് ചെയ്ത് അലമാരയിൽ വെച്ചിട്ട് വളരെ പിശുക്കരായി ജീവിക്കുന്നവരുണ്ടാവും. പക്ഷേ ദാദാ ലേഖരാജിൻ്റെ വ്യക്തിത്വം, ബ്രഹ്മബാബയുടെ സംസ്കാരം വളരെ റോയലായിരുന്നു. സമ്പന്നനുമായിരുന്നു, റോയൽ സംസ്കാരമുള്ള ആളായിരുന്നു, വിശാല ഹൃദയമുള്ള വ്യക്തിയായിരുന്നു, തുറന്ന മനസ്സായിരുന്നു. ബ്രഹ്മകുമാരി ബ്രിജേന്ദ്ര ദാദി, ബാബയുടെ മരുമകള്, തൻ്റെ അനുഭവം കേൾപ്പിക്കുകയായിരുന്നു. ശിവബാബ ബ്രഹ്മബാബയിൽ പ്രവേശിക്കുന്നതിന് മുൻപ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ബാബയുടെ വീട്ടിൽ മരുമകളുടെ രൂപത്തിൽ തൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ജഗദീഷ് ഭായ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സംഭവം ജഗദീഷ് ഭായ്ക്ക് ഓർമ്മ വരികയാണ്. ദാദി പറഞ്ഞത്, ദാദാ തൻ്റെ വീട്ടിൽ എന്നെ വളർത്തിയത്, പരിപാലിച്ചത് ഒരു റാണിയേക്കാളും ആർഭാടത്തോടെയാണ്. മരുമകളാണെങ്കിൽ പോലും ബാബ
റാണിയേക്കാളും, ഒരു രാജകൊട്ടാരത്തിൽ ജീവിക്കുന്ന മഹാറാണിയേക്കാളും ആർഭാടത്തോടെ ബാബ എന്നെ വീട്ടിൽ വെച്ചു. ഒരിക്കൽ നേപ്പാളിലെ രാജകുടുംബത്തിലുള്ളവർക്ക് അറിഞ്ഞു ദാദാ ലേഖരാജിൻ്റെ വീട്ടിൽ മരുമകളെത്തിയിട്ടുണ്ട്. അതായത് മകൻ വിവാഹിതനായി. അവർ കുടുംബാംഗങ്ങളെല്ലാം, രാജകുമാരിമാരുൾപ്പെടെ എല്ലാവരും എന്നെ കാണാൻ വേണ്ടിയിട്ട് ബാബയുടെ അടുത്തെത്തി. ആലോചിച്ച് നോക്കണം, ആരാ വന്നിരിക്കണേ? നേപ്പാൾ രാജകുടുംബം ബാബയുടെ മരുമകളെ കാണാൻ വേണ്ടി കുടുംബസമേതം എത്തി. അതുപോലെ ഉദയ്പൂരിലെ മഹാരാജാവ് അറിഞ്ഞപ്പോൾ കൽക്കട്ടയിൽ നിന്ന്, ആ സമയത്ത് കൽക്കട്ടയിലാണല്ലോ ബാബ, വീട് സിന്ധിലായിരുന്നെങ്കിലും താമസം, ബിസിനസ് കൽക്കട്ടയിലായിരുന്നത് കൊണ്ട് ബാബ കുടുംബസമേതം താമസിച്ചിരുന്നത് കൽക്കട്ടയിൽ തന്നെയാണ്. സിന്ധിലേക്ക് ഇടയ്ക്കിടയ്ക്കേ പോയിരുന്നുള്ളൂ ബാബ. അപ്പോൾ മകൻ്റെ വിവാഹം കഴിഞ്ഞ് മരുമകൾ കൽക്കട്ടയിലെത്തിയത് അറിഞ്ഞപ്പോൾ ഉദയ്പൂരിലെ രാജാവ് ബാബയോട് പറഞ്ഞു, മരുമകള് കൽക്കട്ടയിൽ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ബാബയ്ക്ക് കത്തയച്ചു, സിന്ധിലേക്ക് നിങ്ങളെപ്പോൾ പോകുന്നു കൽക്കട്ടയിൽ നിന്ന് തിരിച്ച്, ആ സമയത്ത് കൊട്ടാരത്തിൽ വന്നിട്ട് പോകണമെന്ന്, മരുമകളെ എല്ലാവർക്കും കാണണമെന്ന്. അങ്ങനെ ഞങ്ങൾ അവരുടെ ക്ഷണമനുസരിച്ച് 2 രാജകുടുംബത്തിലുള്ളവരും എന്നെ കണ്ട സമയത്ത് അവരെല്ലാവരും ഇത്രയും അത്ഭുത സ്തബ്ധരായിപ്പോയി. ഇതാ കാരണം, ആ രാജകുമാരിമാരെല്ലാം അണിഞ്ഞിരുന്നതിനേക്കാൾ കൂടുതൽ ആഭരണങ്ങൾ എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. എൻ്റെ ഓരോരോ വിരലുകളിലും ബാബ 2 മോതിരമാണ് അണിയിച്ചു തന്നിരുന്നത്. അതും വിലകൂടിയ വജ്രങ്ങൾ കൊണ്ടുള്ള മോതിരം. മാലയും വജ്രങ്ങൾ കൊണ്ടുള്ളതായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് എല്ലാവരും ബാബയോട് പറഞ്ഞു, കിരീടമില്ലാത്ത രാജാവാണ് അങ്ങ്, കിരീടം ധരിക്കാത്ത രാജാവാണ് അങ്ങ്. അങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു എല്ലാവർക്കും ബാബയുടെ വ്യക്തിത്വം അങ്ങനെയുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് ബാബ കൂടുതൽ കൂടുതൽ അന്തർമുഖിയായി മാറാൻ തുടങ്ങി. അപ്പോഴോ അതോടുകൂടി ബാബയ്ക്ക് എല്ലാ വസ്തുക്കളോടും, ആഭരണങ്ങളോടുൾപ്പെടെ എല്ലാറ്റിനോടും ബാബയ്ക്ക് ഒരു വളരെ നിസ്സംഗത, എല്ലാ തരത്തിലുള്ള അലങ്കാരങ്ങളും വെറും നീരസമായിട്ട് ബാബയ്ക്ക് തോന്നി. എപ്പോൾ ശിവ് ബാബ ബ്രഹ്മബാബയിൽ പ്രവേശിച്ചു, പ്രവേശിക്കുന്നതിന് മുമ്പേ ബാബയുടേത് രാജകുല ഉചിതമായ സംസ്കാരമായിരുന്നു. ആ അത്ര ഉയർന്ന സംസ്കാരത്തിലിരുന്ന ബാബ തൻ്റെ ജീവിതം ബാബ പ്രവേശിച്ചതോടുകൂടി ലളിതമാക്കി മാറ്റി. ലാളിത്യം കടന്നു വന്നു. ബാബ ശിവ് ബാബയുടെ രഥമായി, ശിവ് ബാബയുടെ മാധ്യമമായി തൻ്റെ ലളിത ജീവിതം ആരംഭിച്ചു. അപ്പോൾ ദാദി പറയണേ, ഞാൻ ബാബയുടെ ആ രാജകീയ ജീവിതവും കണ്ടിട്ടുണ്ട്, ആർഭാടപൂർവമായ റോയൽ ജീവിതം. അതിനുശേഷം ബാബ ശിവബാബയുടെ മാധ്യമമായതിന് ശേഷമുള്ള ബാബയുടെ ലാളിത്യം നിറഞ്ഞ ജീവിതവും എൻ്റെ കൺമുന്നിലുണ്ട്. दादा के तन में शिव बाबा की प्रवेशदा होने पर ദാദയിൽ ശിവബാബ പ്രവേശിച്ചതിന് ശേഷം ബാബയുടെ രൂപം മറ്റൊന്നായിരുന്നു.
ബാബയുടെ രൂപവും ഭാവവും മാറി. ബ്രഹ്മകുമാരി സന്ദ്രി ദാദി അതിനെക്കുറിച്ച് ഒരിക്കൽ പറയാണ്. സന്ദ്രി ദാദി ആരാന്ന് ഓർമ്മയില്ലേ? വിശ്വകിഷോർ ഭാവുവിൻ്റെ സഹധർമ്മിണി. ഭാവു ആരാണ്? ബാബയുടെ ലൗകികത്തിൽ ഏട്ടൻ്റെ പുത്രനാണ്. ബാബയുടെ ഭവനത്തിൽ ബ്രഹ്മബാബ താമസിച്ചിരുന്ന വീടിൻ്റെ നേരെ എതിർവശത്തായിരുന്നു വിശ്വകിഷോർ ഭാവുവിൻ്റെ വീട്. ഒരു ദിവസം ഭാവു ക്ഷണിച്ചതിനനുസരിച്ച് ബാബ ആ വീട്ടിൽ ഗീതാ സത്സംഗം നടത്തുകയായിരുന്നു. ബാബ പ്രഭാഷണം പൂർത്തിയാക്കിയത്. ബാബ ജ്ഞാനം പറഞ്ഞു. ബാബ ഗീതാശ്ലോകം ഉരുവിട്ടിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ബാബയുടെ പ്രഭാഷണം പൂർത്തിയായതും ആ സഭയിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു, മെജോറിറ്റിക്കും ബാബയുടെ ശരീരത്തിൽ ശ്രീകൃഷ്ണൻ്റെ സാക്ഷാത്കാരമുണ്ടായി. ശാന്തിയുടെ അനുഭവമുണ്ടായി. അനേക ദിവ്യ സാക്ഷാത്കാരങ്ങൾ അതോടുകൂടി ആരംഭിക്കുകയാണ്. ഈ വാർത്ത സിന്ധ് പട്ടണത്തിൽ മുഴുവൻ പ്രചരിച്ചു. ബാബയുടെ സത്സംഗത്തിൽ പോകുന്നതിലൂടെ സഹജമായി സാക്ഷാത്കാരം കിട്ടും. ഈ ന്യൂസ് കാട്ടുതീ പോലെ പടർന്നു. ധാരാളം ആൾക്കാർ വരാൻ തുടങ്ങി. കുറേ ആൾക്കാർ പറയാൻ തുടങ്ങി, ശ്രീകൃഷ്ണൻ തന്നെയാണ് ദാതയുടെ രൂപത്തിൽ ഇരിക്കുന്നത്. അങ്ങനെ സത്സംഗത്തിൽ ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. പക്ഷേ അവർക്കാർക്ക് ഇതറിയുമായിരുന്നില്ല, ദാദ കൃഷ്ണനല്ല, പക്ഷേ പരംപിത ശിവബാബ ദാദയുടെ മാധ്യമത്തിലൂടെ ഭാവിയിൽ വരാൻ പോകുന്ന ശ്രീകൃഷ്ണൻ്റെ സാക്ഷാത്കാരം കാണിച്ചു തരികയാണ്. ആത്മാവ് കൃഷ്ണൻ്റെയാണ്. ദാദാ ലേഖരാജാണ്. പക്ഷേ ഈ ദർശനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശിവപരമാത്മാവാണെന്ന് ആർക്കും മനസ്സിലായില്ല. ഭാവിയിൽ ജന്മമെടുക്കാൻ പോവുകയാണ് ദാദാ, അല്ല, അടുത്തത് ശ്രീകൃഷ്ണനായിട്ട് ജനിക്കാൻ പോകുന്ന ദൈവാത്മാവാണ്. ഇതാണ് ദർശനത്തിൻ്റെ സാരാംശമെന്ന് ആർക്കും മനസ്സിലായില്ല. इसमें संदेह नहीं कि स्वयं दादा भी उन दिनों खूब रूहानी मस्ती में रहते थे. സന്ദ്രി ദാദി പറയണേ, ഇതിൽ യാതൊരു സംശയവുമില്ല, ആ സമയത്ത് ദാദ വളരെയധികം ആത്മീയ ആനന്ദത്തിൽ മത്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. ശിവബാബയിൽ മഗ്നമായി മസ്തിയിൽ ജീവിക്കുകയായിരുന്നു ബാബ. ആ സമയത്തെ ബാബയുടെ ആത്മീയ ലഹരി, ശിവബാബയുടെ പാർട്ട് വളരെ വിചിത്രമായിരുന്നു. ബ്രഹ്മബാബയുടെ ആത്മീയ ലഹരിയും ശിവബാബയുടെ വണ്ടർഫുൾ ലീലകൾ, വിചിത്ര പാർട്ട് ആരംഭിക്കുകയാണല്ലോ അവിടെ. ധാരാളം ആൾക്കാർക്ക് വളരെയധികം സാക്ഷാത്കാരങ്ങൾ ലഭിച്ചു. ബ്രഹ്മകുമാരി ബ്രിജേന്ദ്ര ദാദി ബാബയുടെ അന്തർമുഖതയും ബാബയുടെ തപസ്സും കണ്ടിട്ട് വളരെയധികം പ്രഭാവിതമായി. ഒരിക്കൽ ഒരു വിശേഷ ദൃശ്യം ദാദിക്കുണ്ടായി. അടുത്ത അനുഭവം ബ്രജേന്ദ്ര ദാദി പറയാണ്. അത്ഭുതകരമായ അടുത്ത അനുഭവം എന്താണ്? കാരണം ആ സമയത്ത് ഇവർക്കൊന്നും ജ്ഞാനമല്ലല്ലോ ആദ്യം കിട്ടിയത്. സ്ഥാപനയുടെ ആരംഭത്തിൽ ഉള്ള ഒരു പ്രത്യേകത അതാണല്ലോ. ഇപ്പം നമ്മളെല്ലാവരും ശിവബാബയും ബ്രഹ്മബാബയും ഈ മഹായജ്ഞത്തെയൊക്കെ അറിയണത് ജ്ഞാനത്തിലൂടെയാണ്. പിന്നെ ആത്മാവ് പരമാത്മാ യോഗം വെച്ച് നമ്മൾ അനുഭവം ചെയ്യുകയാണ്.
പക്ഷേ യജ്ഞസ്ഥാപനം എങ്ങനെയായിരുന്നു? സാക്ഷാത്കാരത്തിലൂടെയാണ് ആദ്യം ഇവർക്കെല്ലാം ബാബയിലേക്ക് ആകർഷണം ഉണ്ടായത്. ബാബയോടൊപ്പം ജീവിച്ച് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നീട് അവർക്ക് ആദ്യ സാക്ഷാത്കാരം കിട്ടി. പിന്നെ ആത്മാനുഭൂതി ഉണ്ടാക്കാൻ തുടങ്ങി, യോഗത്തിൽ പരമാത്മാനുഭൂതി ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെയാണ് ബാബ ജ്ഞാനം സ്പഷ്ടമാക്കുന്നത്. നമുക്ക് ജ്ഞാനം സ്പഷ്ടമായതിന് ശേഷമാണ് നമ്മൾ യോഗം പോലും ചെയ്യാൻ തുടങ്ങിയത്. അവർ യോഗം ചെയ്തതിന് ശേഷമാണ് ജ്ഞാനം അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പം ദാദി പറയാണ്, ബ്രജേന്ദ്ര ദാദിയുടെ ജീവിതം പരിവർത്തനപ്പെട്ടത് ബ്രഹ്മബാബയുടെ ജീവിതം കണ്ടിട്ടാണ്. ബാബയുടെ അന്തർമുഖതയും, കാരണം ബാബയും ഈ മരുമകളും തമ്മിൽ അത്ര അളവറ്റ അടുപ്പമായിരുന്നു, ഹൃദയബന്ധമായിരുന്നു അവർക്ക് തമ്മിൽ ലൗകികത്തിലെ. അതുകൊണ്ട് ബാബയുടെ ആ സമയത്തെ ലൗകികത്തിലെ ജീവിതവും അറിയാമല്ലോ ദാദിക്ക്. ആ ജീവിതത്തിൽ നിന്ന് ബാബയിലുണ്ടായ പരിവർത്തനമാണ് ദാദിക്കും ഈ ആധ്യാത്മിക മാർഗത്തിലേക്ക് ആകർഷണം ഉണ്ടാക്കി കൊടുത്തത്. അതിൽ ഒരു വിശേഷ സംഭവം പറയണം. ഏക് ബാർ ഏക് വിശേഷ ദൃശ്യം ഉൻകെ സാമനെ ആയ. ഒരിക്കലൊരു വിശേഷ ദൃശ്യം ദാദിയുടെ കൺമുന്നിൽ കാണപ്പെട്ടു. അതിനുശേഷമാണ് ഈശ്വരീയ പരിവാരത്തിൽ ദാദിയുടെ പാർട്ട് ആരംഭിക്കാൻ തുടങ്ങിയത്. അതുവരെ അത്ര അടുത്തിരുന്നില്ല ദാദി. ബാബയിലെ ദർശനങ്ങളും ആൾക്കാരെല്ലാവരും സത്സംഗത്തിൽ വരാനൊക്കെ തുടങ്ങിയെങ്കിലും ദാദിയുടെ ജീവിതം അപ്പോഴും ആ ആർഭാടത്തിൻ്റെ നടുവിലായിരുന്നതുകൊണ്ട് ദാദി യജ്ഞത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് ഈ ഒരു വിശേഷ സംഭവത്തിലാണെന്ന് പറയണം. एक बार बाबा भोजन करने बैठते थे. ഒരു ദിവസം ബാബ ഭോജനം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. मैं उनके सामने भोजन की थाली लेकर गई. ഞാൻ ഭക്ഷണത്തിൻ്റെ പാത്രവുമായി ബാബയുടെ അടുത്തേക്ക് പോകുകയായിരുന്നു. ബാബയുടെ സമീപമെത്തിയതും ഉൻകി ഓർ മേരി ദൃഷ്ടി ഗയി. എൻ്റെ ദൃഷ്ടി ബാബയിലേക്ക് പതിഞ്ഞു. मुझे बाबा के स्थान पर सजे सजाए ശ്രീകൃഷ്ണ ഹി ദിഖായി ദേ. അപ്പോഴെനിക്ക് ബാബയുടെ സ്ഥാനത്ത് അലങ്കരിക്കപ്പെട്ട ശ്രീകൃഷ്ണൻ്റെ രൂപം ദൃശ്യമായി. ബാബയില്ല അവിടെ. സർവാലങ്കാര വിഭൂഷിതനായ കൃഷ്ണൻ്റെ രൂപം. ഞാൻ ആശ്ചര്യചകിതയായി. കസേരയിലെ ശ്രീകൃഷ്ണൻ എങ്ങനെ ഇരിക്കുന്നത്? എൻ്റെ കയ്യിലുണ്ടായിരുന്ന പാത്രം എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു പോയി. ഞാൻ ആ പാത്രം മുറുകെ പിടിക്കുകയാണ്. ബാബയ്ക്ക് എനിക്ക് ടേബിളിലേക്ക് പാത്രവും കൊണ്ട് പോയ എൻ്റെ കയ്യിൽ തന്നെ പാത്രം ഇരുന്നു. ഞാൻ ആ ദൃശ്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കസേരയിൽ കൃഷ്ണൻ വന്നിരിക്കുന്നു. ബാബയ്ക്ക് മുന്നിൽ ഞാൻ എപ്പോഴും മൂടുപടം ധരിച്ചാണ്, മുഖം മറച്ചിട്ടാണ് പോകാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ശ്രീകൃഷ്ണനെ. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനെന്തിനാ ശ്രീകൃഷ്ണനെ മൂടുപടം മറിച്ച് നോക്കുന്നത്? ഞാൻ ഉടനെ എൻ്റെ മൂടുപടം മാറ്റി, മുഖം മറച്ചിരുന്ന സാരിത്തുമ്പ് മാറ്റി. ശ്രീകൃഷ്ണൻ്റെ മുന്നിൽ എനിക്കെന്തിനാണ് ഈ മറ? അങ്ങനെ ഞാൻ സ്വയം മുഖത്ത് മറച്ചിരുന്ന തുണി മാറ്റി. എനിക്ക് തോന്നി എൻ്റെ അമ്മായിയച്ഛൻ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തിൽ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. സ്വയം ശ്രീകൃഷ്ണ ഭഗവാനാണ് ബാബ. അതോടുകൂടി എനിക്ക് ആത്മീയ ലഹരി ഉയർന്നു. ആ ഒരൊറ്റ സംഭവം
എന്നെ കൊണ്ട് മുഖം മറയ്ക്കുന്ന ആചാരം, കാലങ്ങളായി നിലനിന്നിരുന്ന മുഖം മറയ്ക്കുന്ന ആ ആചാരത്തിൽ നിന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴെനിക്ക് ജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ദാദിയിൽ ഞാൻ ശ്രീകൃഷ്ണനെ കണ്ടതെന്ന് പോലും മനസ്സിലായില്ല. അർത്ഥമൊന്നും അറിയുമായിരുന്നില്ല. ഈ ജ്ഞാനമെല്ലാം എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. എന്തുകൊണ്ടാണ് ദാദിയിൽ കൃഷ്ണനെ ദർശിച്ചതെന്ന്. പക്ഷേ ഈ സംഭവം എൻ്റെ ജീവിതത്തിലൊരു പുതിയ അധ്യായം തുറന്നു തന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ഉള്ളിൽ എനിക്ക് ചതുർഭുജധാരി വിഷ്ണുവിൻ്റെ സാക്ഷാത്കാരവും ഉണ്ടായി. ഈ ദർശനത്തിന് ശേഷം അലങ്കരിക്കപ്പെട്ട ദിവ്യമായ പ്രകാശമാനമായ സ്വരൂപമായിരുന്നു അത്. വിഷ്ണു ദർശനം. ഈ അലൗകികമായ ദർശനങ്ങൾ, സംഭവങ്ങൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതോടുകൂടി ശൃംഗാരം, ആടയാഭരണങ്ങളോട് കൂടിയ ആർഭാട ജീവിതത്തിൽ നിന്ന് സഹജമായി ഞാൻ പുറത്തേക്ക് വന്നു. ആത്മീയതയുടെ നിറം എന്നിൽ പതിഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് എൻ്റെ ആധ്യാത്മിക ജീവിതയാത്ര, നീണ്ട ജീവിതത്തിൻ്റെ യാത്രയുടെ ആരംഭം അവിടെ കുറിക്കുകയാണ്. ദാദിയുടെ ജീവിതത്തിലുണ്ടായ പരിവർത്തനത്തിൻ്റെ സംഭവം അങ്ങനെ ദാദി അനുസ്മരിക്കുകയാണ്. शिव बाबा की प्रवेशता के बाद तो बाबा के चरित्र ऐसे लौकिक दिखाई देते थे कि कहना भी मुश्किल होता था कि कौन से कार्य शिव बाबा के थे. शिव ബാബ ബ്രഹ്മാവിൽ പ്രവേശിച്ചതിന് ശേഷം ബാബയുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും അലൗകികത നിറഞ്ഞു കഴിഞ്ഞു. ഏത് കാര്യമാണ് ശിവബാബയുടേത്, ഏത് കാര്യമാണ് ബ്രഹ്മബാബ ചെയ്യുന്നത് എന്ന് വകതിരിക്കാൻ കഴിയാത്ത തരത്തിലായിരുന്നു. ധാർമ്മിക ഗ്രന്ഥങ്ങളിൽ, വിശേഷിച്ചും ശിവപുരാണങ്ങളിലെല്ലാം പറയാറുണ്ട് സായുജ്യം, സാമീപ്യം, സാരൂപ്യം. ഈ 3 ശബ്ദങ്ങളുടെ വിശേഷ വർണ്ണന ശിവപുരാണങ്ങളിലെല്ലാം ഉണ്ട്. ഇത് ഈ 3 വാക്കുകളും ബ്രഹ്മബാബയുടെ ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥത്തിൽ സായുജ്യം, സാമീപ്യം, സാരൂപ്യം, ഇത് 3 അവ്യക്ത അവസ്ഥയിൽ ബാബയുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സാർത്ഥകമാകുന്നതായിരുന്നു ഈ 3 പദങ്ങളും. ब्रह्मा बाबा का शिव बाबा से അനന്യതം യോഗത. അതിലാദ്യത്തേത് പറയാണ് സായുജ്യം. ബ്രഹ്മ ബാബയ്ക്ക് ശിവ് ബാബയുമായി അങ്ങനെയുള്ള യോഗമായിരുന്നു, 2 പേരും കൂടെ ചേർന്നിരിക്കുന്നത് പോലെ. ആ സായുജ്യം ബ്രഹ്മബാബയിൽ അനുഭവപ്പെട്ടിരുന്നു. ശിവബാബ വേറെ, ബ്രഹ്മബാബ വേറെ എന്ന്, അല്ലെങ്കിൽ ശിവബാബയെ ഓർമ്മിക്കാൻ വേണ്ടി ബ്രഹ്മബാബ പ്രയത്നിക്കുന്നതല്ല, പകരം ബ്രഹ്മബാബയിൽ സദാ ശിവബാബയുടെ ഓർമ്മ നിറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സായുജ്യം കാണപ്പെട്ടിരുന്നു. ഒന്നും കൂടി പറഞ്ഞ ഭായ് സാബ് പറയണേ, दोनों में ऐसा सायुज्य था कि एक दूसरे के राह के बिना अथवा एक दूसरे से अलग होकर कोई कार्य करते ही नहीं थे. അവർ 2 പേരും കൂടി മാറിയിരിക്കാനേ അവർക്ക് കഴിയുമായിരുന്നില്ല. ശിവബാബയ്ക്ക് ബ്രഹ്മബാബയുടെ അടുത്തുനിന്ന് മാറിയിരിക്കാനോ
ബ്രഹ്മബാബയ്ക്ക് ശിവബാബയുടെ അടുത്ത് നിന്ന് മാറിയിരിക്കാനോ കഴിയാത്ത രീതിയിൽ രണ്ടുപേരും ഒന്നായി തീർന്നിരുന്നു. രണ്ടുപേരും പരസ്പരം ആലോചിക്കാതെ ഒന്നും ചെയ്യുമായിരുന്നില്ല. उनमें सामीप्य भी इतना था वो दो न होकर एक ही मालूम होते थे. സാമീപ്യം, രണ്ടുപേരും രണ്ടാണ്. ഒന്ന് പരമാത്മാവാണ് അല്ലേ ശിവബാബ, ബ്രഹ്മബാബ ബ്രഹ്മബാബയാണ്. പക്ഷേ രണ്ടുപേരായിരുന്നെങ്കിലും ഒന്നായി കാണപ്പെട്ടു. മൻ സേ ബുദ്ധി സേ ഗുണോ സേ. എങ്ങനെ കാണപ്പെട്ടു? മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഗുണങ്ങളിലും. രണ്ടുപേരും തമ്മിൽ ട്വിൻസ് പോലെയായിരുന്നു. ട്വിൻസ്, ബാപ് ദാദ. ഉൻകെ കർത്തവ്യ ഭി ഏക് രൂപ് സേ ഹി ഹോ ഗയേ ഥേ. അടുത്തത് കർത്തവ്യം. കർത്തവ്യവും രണ്ടുപേരുടേതും ഒന്ന് തന്നെയായിരുന്നു. എന്തായിരുന്നു ശിവബാബയുടെ കർത്തവ്യം? അതേ വിശ്വമംഗള കർത്തവ്യമായിരുന്നു ബ്രഹ്മബാബയുടേത്. ब्रह्मा बाबा का साकार रूप ही तो शिव बाबा का भी साकार रूप था. ബ്രഹ്മബാബയുടെ സാകാര രൂപം തന്നെയായിരുന്നു ശിവബാബയുടെ സാകാര രൂപം. കാരണം ശിവബാബ നിരാകാരനാണ്, ശരീരമില്ലല്ലോ. പക്ഷെ ഭഗവാൻ എന്താണ് ഏതാണെന്ന് കാണണമെങ്കിൽ അത് ബ്രഹ്മബാബയിൽ കാണാമായിരുന്നു. ദൈവം ശരീരം എടുത്താൽ എങ്ങനെ ഉണ്ടാവും? ദൈവത്തിൻ്റെ രൂപവും ഭാവവും കർത്തവ്യവും അത് തന്നെയായിരുന്നു ബ്രഹ്മബാബയുടെ രൂപവും ഭാവവും കർമ്മങ്ങളും കാഴ്ചപ്പാടുകളും. ബ്രഹ്മബാബ की शब्दावली भी तो एक रूप ही लेती गई थी. അതേപോലെ ബ്രഹ്മബാബയുടെ വാക്കുകളും ശിവബാബയുടേതുപോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇത് ബ്രഹ്മബാബയാണോ സംസാരിക്കണേ ശിവബാബയാണോ സംസാരിക്കണമെന്ന് കുട്ടികൾക്ക് വേർതിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. മുരളി പറയുമ്പോഴത്തെ അതേപോലെയുള്ള വാക്കുകളാണ് ബ്രഹ്മബാബ സദാ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് മക്കൾക്ക് പലപ്പോഴും മനസ്സിലാകുമായിരുന്നില്ല ഇപ്പോൾ സംസാരിക്കുന്നത് ബ്രഹ്മബാബയാണോ അല്ലെങ്കിൽ ശിവബാബയാണോ. ദാദിമാരുടെ അടുത്ത് നമ്മൾ ബ്രഹ്മബാബ ശിവബാബ എന്ന് രണ്ടായിട്ട് നമ്മളിപ്പോൾ പറയും. പക്ഷെ ദാദിമാർ ബാബ എന്നേ പറയുള്ളൂ. ഏത് ബാബ എന്ന് ചോദിച്ചാൽ ദാദിമാർക്ക് രണ്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ശിവബാബയും ബ്രഹ്മബാബയും ഒന്നായിട്ടാണ് അവരനുഭവിച്ചിരുന്നത്. കാരണം യാതൊരു അന്തരവും ബ്രഹ്മബാബയ്ക്ക് ഉണ്ടായിരുന്നില്ല. അത്രത്തോളം ബ്രഹ്മബാബയുടെ ജീവിതം പരിവർത്തനപ്പെട്ടു. ബ്രഹ്മബാബ ശിവബാബയ്ക്ക് സമാന സ്ഥിതിയിലേക്ക്. അതാണ് ഭൈസാബ് പറയണേ, ബാബയുടെ വാക്കുകൾ പോലും ശിവബാബയുടേതായിരുന്നു. അതിനൊരു ഉദാഹരണം പറയണം ഭൈസാബ്. സുന്ദരമായൊരു ഉപമ നമുക്ക് വേഗം മനസ്സിലാക്കാൻ. ദമയന്തിയുടെ സ്വയംവരത്തെക്കുറിച്ചുള്ള കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. രാജ നളനോടൊപ്പം നളനെ വരിക്കാൻ സമയത്ത് ദമയന്തിക്കൊരു വലിയ പരീക്ഷ നേരിടേണ്ടിയിരുന്നു. ഏതായിരുന്നു പരീക്ഷ? അനേകം ദേവതകൾ നളനോടൊപ്പം നളൻ്റെ അതേ രൂപത്തിൽ നിരന്നു നിന്നു. എല്ലാവരെയും കണ്ട നളൻ്റെ രൂപമായിരുന്നു. ദമയന്തിക്കുള്ള പരീക്ഷ എന്തായിരുന്നു? അതിൽ ഒറിജിനൽ നളൻ്റെ കഴുത്തിൽ ഹാരം സമർപ്പിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? എല്ലാം ഒരേ രൂപം. പക്ഷേ അതിൽ കേവലം ഇത്രേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ദേവതകളുടെ രൂപത്തിൽ നളൻ അല്ല, ദേവതകളുടെ രൂപത്തിലുള്ള നളൻ്റെ രൂപത്തിൽ നിഴലുണ്ടായിരുന്നില്ല. രാജ നളൻ, യഥാർത്ഥത്തിലുള്ള നളന് നിഴലുണ്ടായിരുന്നു. അതിലൂടെയാണ് ദമയന്തി തിരിച്ചറിഞ്ഞത് ഒറിജിനൽ നളൻ ഏതാണെന്ന്. ദമയന്തി തിരിച്ചറിയുകയും ചെയ്തു. കറക്റ്റായിട്ട് രാജ നളൻ്റെ കഴുത്തിൽ തന്നെ ഹാരവും സമർപ്പിച്ചു. തിരിച്ചറിഞ്ഞത് ഈ രൂപത്തിലാണ്.
ബാക്കി എല്ലാ രൂപത്തിനും നിഴലുണ്ടായിരുന്നു. അതേപോലെ शिव बाबा और ब्रह्मा बाबा में गुण कर्म സ്വഭാവ. ബ്രഹ്മബാബയും ശിവബാബയും ഗുണങ്ങളിലും കർമ്മങ്ങളിലും സ്വഭാവത്തിലും സാരൂപ്യമായിരുന്നു. സാരൂപ്യം, ഇത്രയും സാരൂപ്യമായിരുന്നു. ദോനോമേ ഭേദ് കർണേക്ക, രണ്ടുപേരെയും തമ്മിൽ തരംതിരിക്കാൻ ശ്രമിച്ചാൽ അസഫലതയാണ് റിസൾട്ട്. അസഫലത. ഇതിനർത്ഥം എന്താ? രണ്ടുപേരെയും തമ്മിൽ വേർതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഇത് ബ്രഹ്മബാബയുടെ കർത്തവ്യമാണോ, ഇത് ശിവബാബയുടെ കർത്തവ്യമാണോ? ഇത് ബ്രഹ്മബാബയിലെ ഗുണങ്ങളാണോ, ഇത് ശിവബാബയുടെ ഗുണമാണോ? ഈ 3 വിശേഷതകൾ കാരണത്താൽ ഇന്നും അവ്യക്ത ബാബ്ദാദ ഒരുമിച്ച് വിശേഷ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശിവബാബയും ബ്രഹ്മബാബയും ചേർന്ന് ആ അത്ഭുതകരമായ ഇന്ദ്രജാലമല്ലേ ഇപ്പം നമ്മൾ മക്കൾ അനുഭവിക്കണം. ബാബ്ദാദയുടെ ഒരുമിച്ചുള്ള ദിവ്യ കർത്തവ്യങ്ങൾ. അതിന് നമ്മളെല്ലാവരും അനുഭവികളല്ലേ. അവ്യക്ത പാലന നമ്മളെല്ലാവരും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ അവ്യക്ത രൂപത്തിൽ ബാബ എങ്ങനെയാണോ ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത്, ഇതുപോലെ തന്നെയായിരുന്നു സാകാരത്തിൽ എന്ന് പറയണം. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും അല്ലേ? ഓം ശാന്തി. ബാബയിൽ നിന്ന്, ബാബയുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് ലഭിച്ച ഒരു പോയിന്റ് സ്മൃതിയിലേക്ക് എടുക്കും. അതിലലിഞ്ഞു ചേരും. ആദിദേവന്റെ കൺകളിൽ നോക്കൂ, ആ ദിവ്യ സ്നേഹത്തിൽ അലിഞ്ഞു ചേരൂ. ആദിദേവന്റെ കൺകളിൽ നോക്കൂ, ആ ദിവ്യ സ്നേഹത്തിൽ അലിഞ്ഞു ചേരൂ. ആഴത്തിലാ പ്രേമയമുനയിൽ മുങ്ങി ആനന്ദലഹരിയിൽ അലിഞ്ഞു ചേരൂ. ആദിദേവന്റെ കൺകളിൽ നോക്കൂ, ആ ദിവ്യ സ്നേഹത്തിൽ അലിഞ്ഞു ചേരൂ. അറിവായി അമൃതായി ദിവ്യാനുരാഗമായി ഭാവങ്ങൾ നടനങ്ങൾ